ശബരിമലയിലെ തിക്കും തിരക്കും മല കയറാൻ കാത്തുനിൽക്കുന്നവരെയും മല കയറിയവരുടെ ബന്ധുക്കളെയും ഒരുപോലെ ടെൻഷനാക്കിയ ഒന്നാണ്. അതിനിപ്പോൾ ഏറെക്കുറെ പരിഹാരമായിരിക്കുകയാണ്. സ്പോട്ട് ബുക്കിംഗിലൂടെ സന്നിധാനത്ത് ദർശനം നടത്താൻ കഴിയുന്നവരുടെ എണ്ണം അതത് ദിവസത്തെ തിരക്കിനനുസരിച്ച് ഇനി നിയന്ത്രിക്കും. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും സന്നിധാനം ചീഫ് പോലീസ് കോർഡിനേറ്ററും യോഗം ചേർന്നാണ് ഇക്കാര്യം തീരുമാനിക്കുക. പരമാവധി 20,000 പേർക്ക് വരെയാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനത്തിന് അനുമതി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത്. ഓരോ ദിവസവും അനുവദിക്കുന്ന സ്ലോട്ടുകളുടെ എണ്ണം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം. 2 ദിവസം മുൻപ് സ്പോട്ട് ബുക്കിംഗിലൂടെ 12,500 പേർക്കാണ് ദർശനത്തിന് അനുമതി നൽകിയത്. ഇന്നലെ രാത്രി 7 വരെ 72,845 തീർത്ഥാടകർ ദർശനം നടത്തി. തിരക്ക് നിയന്ത്രിക്കാൻ 18ാം പടി കയറുന്നവരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. 1 മിനിറ്റിൽ ശരാശരി 70 പേരാണ് പടി കയറിയത്. അത് 85ആയി ഉയർത്തി. പരിചയസമ്പന്നരായ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചാണ് പടി കയറുന്നവരുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിയത്. കഴിഞ്ഞ 18-ന് സന്നിധാനത്തുണ്ടായ അനിയന്ത്രിതമായ തീർത്ഥാടക തിരക്കിനെ തുടർന്നാണ് ഹൈക്കോടതി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 20,000 പേരും ഉൾപ്പെടെയാണ് നിത്യവും ദർശനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർ സമയക്രമം പാലിക്കാതെ എത്തിയതും സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും പോലീസ് നിയന്ത്രണം പാളിയതുമാണ് തിരക്കിനിടയാക്കിയത്. ഇതേ തുടർന്ന് കോടതി സ്പോട്ട് ബുക്കിംഗ് പരിധി 5,000ആയി നിജപ്പെടുത്തി. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിർത്തലാക്കി. നിലവിൽ നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 7 കൗണ്ടറുകൾ വഴിയാണ് വെർച്വൽ ക്യൂ ഇല്ലാതെ എത്തുന്ന തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനത്തിന് അനുമതി നൽകുന്നത്. എല്ലാ ദിവസവും സന്നിധാനത്ത് ADMന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, പോലീസ്, ആരോഗ്യം, ഫയർഫോഴ്സ്, വനം, വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് എന്നിവരുടെ സംയുക്ത യോഗം ചേരണമെന്നും ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ ഉന്നതതല അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു.